ശ്രീ എം മണി ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്കെതിരെ തെറി അഭിഷേകം നടത്തിയത് ഞാനിങ്ങനെ ചാനൽ വാർത്തകളിൽ കാണുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരാദ്യത്തെ അനുഭവമല്ല. അദ്ദേഹം സ്ഥിരമായി എനിക്കെതിരെ ഈ വിധത്തിലുള്ള ഭാഷാപ്രയോഗങ്ങൾ നടത്താറുള്ളയാളാണ്. അതിന് അദ്ദേഹത്തെ എന്തോ ലൈസൻസ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ള ഒരു ശൈലിയാണ് ഇവരാഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷാ ശൈലിയിൽ അങ്ങനെയൊരു പദപ്രയോഗങ്ങൾ ഞാൻ ശീലിച്ചിട്ടില്ല, ഞാനിവിടെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ശ്രീ എം മണി മറുപടി പറയേണ്ടതായിരുന്നു. ഇന്ന് ഇടുക്കി ജില്ലക്കാർ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കേന്ദ്രബിന്ദുവായി നിന്നുകൊണ്ട് ഈ ജനവിരുദ്ധ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ച മന്ത്രിസഭാ യോഗങ്ങളിൽ ശ്രീ മണി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായി. എന്നുവെച്ചാൽ ജില്ലക്കെതിരായിട്ടുള്ള ഗവൺമെൻറ് ഉത്തരവുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടത്. നിർമ്മാണ നിരോധനം അടിച്ചേൽപ്പിച്ചത് ഈ സർക്കാരാണ്. എം മണി ക്യാബിനറ്റിൽ പങ്കെടുക്കുമ്പോഴാണ്. ബഫർ സോൺ 1 കിലോമീറ്റർ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എന്നുള്ള തീരുമാനങ്ങൾ എടുത്തത് എം മണി മന്ത്രിയായിരിക്കുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട മതികെട്ടാൻ ചോലയിൽ ഇപ്പോഴും 1 കിലോമീറ്റർ ബഫർ സോണിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ 0 ബഫർ സോൺ എന്നുള്ള സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് പോലും സംസ്ഥാന ഗവൺമെൻറ്റിന് തീരുമാനമെടുക്കാമെന്നിരിക്കെ മതികെട്ടാൻ ചോലയിൽ അത് തിരുത്തി കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്? അതോടൊപ്പം അദ്ദേഹം MLA ആയിരിക്കുന്ന മണ്ഡലത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന ചിന്നക്കനാലിൽ ഇപ്പോഴും വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ വനഭൂമി ഐഡൻറ്റിഫൈ ചെയ്ത് റിസർവ് ഫോറസ്റ്റാക്കി ഗവൺമെൻറ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെങ്കുളത്ത് റിസർവ് ഫോറസ്റ്റ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇടതുപക്ഷ സർക്കാരും ശ്രീ എം മണിയും ഒക്കെ ജനപ്രതിനിധിയായിരിക്കുന്ന കാലഘട്ടത്തിൽ സർക്കാർ എടുത്തിട്ടുള്ള നിർണായകമായിട്ടുള്ള വിചിത്ര തീരുമാനങ്ങളാണ്. അപ്പോൾ ഈ തീരുമാനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ജില്ലയ്ക്ക് ഏറ്റവും ദോഷകരമായി വന്നിട്ടുള്ളത്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാണ്. അപ്പോൾ ഇത്തരമൊരു പശ്ചാത്തലത്തിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്ന ശ്രീ എം മണി ഈ വിധത്തിൽ എന്നെ തെറിയഭിഷേകം നടത്തി ശ്രദ്ധ തിരിച്ചു വിടാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ, അതോടൊപ്പം മാധ്യമ പ്രവർത്തകർ എം മണിക്ക് എന്തോ വിശുദ്ധ പദവിയുണ്ട് എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന് ചില പ്രത്യേക ലൈസൻസുകൾ അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ശരിയാണോ എന്ന് അവർ വീണ്ടും ചിന്തിക്കട്ടെ. നാടൻ പ്രയോഗങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എം മണി പറയുന്ന മുഴുവൻ പൊലയാട്ടുകളും നാട്ടിലുള്ള മുഴുവൻ ആളുകളും കേട്ടുകൊള്ളണം എന്നുള്ളതാണ് കേരളത്തിലെ സാംസ്കാരിക നായകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും സ്ഥിരമായിട്ടുള്ള ഒരു ശൈലി. ഞാനേതായാലും ആ ഒരു അവസ്ഥയെ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള അതൊരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ്. അതിനെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്ന് മാത്രം പറയുന്നു. തെരഞ്ഞെടുപ്പ് രംഗത്ത് അതും ചർച്ചയാക്കപ്പെട്ടിട്ട് ഞാൻ വന്യമൃഗ ശല്യം ഉണ്ടാകുമ്പോൾ അതിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. MP എന്നുള്ള നിലയിലാണ് ഞാൻ സമരം ചെയ്തത്. ഗവൺമെൻറ്റിൻ്റെ പാളിച്ച ചൂണ്ടിക്കാണിച്ചാണ് ഞാൻ സമരം ചെയ്തിട്ടുള്ളത്. അതിനെ ആക്ഷേപിച്ച് അവർ നടത്തുന്ന അല്ലെങ്കിൽ പ്രസ്താവനകളെ ഞാൻ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ്. പക്ഷേ ഒരു നിരാഹാര സമരം, ഞാൻ ആദ്യമായിട്ടല്ല നിരാഹാര സമരം നടത്തുന്നത്, 6ാമത് തവണയാണ് നിരാഹാര സമരം നടത്തുന്നത്. ആരോഗ്യസ്ഥിതി വഷളായതുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ആക്ഷേപപരമായിട്ടുള്ള പരാമർശങ്ങൾ ഈ വിഷയത്തിൽ ഇവർക്കുള്ള ആത്മാർത്ഥത കുറവ്, അല്ലെങ്കിൽ ഇവർക്കുള്ള കുറ്റബോധത്തിൻ്റെ പേരിലാണ് ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ പരാമർശങ്ങളെ ഞാൻ തള്ളിക്കളയുന്നു.